അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്യൂക്ക് 200 ആണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിൻ്റെ സംബന്ധിക്കുന്ന അതിനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നു. അപ്പോൾ ആ സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അന്നേരം നമുക്ക് കിട്ടിയ ഒരു സംഭവ വികാസങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ഡ്യൂക്ക് പണിതിട്ടില്ല. ആദ്യമായിട്ടാണ് ഡ്യൂക്കിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അത് കണ്ടുപിടിച്ചു, വണ്ടി സ്റ്റാർട്ടായി, കാര്യങ്ങളെല്ലാം ഭംഗിയായി. പക്ഷേ അതിൽ സംഭവിച്ച ഒരു പ്രതിസന്ധി എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ KTM ഡ്യൂക്ക് 200 എന്ന് പറയുന്ന മുതൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നലെ കിട്ടിയത്. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പം അവൻ ഒരു വഴിക്ക് പോയപ്പോൾ വണ്ടി വെച്ചിട്ട് പോയി, തിരിച്ചു വന്നപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മീറ്റർ ഓൾറെഡി കംപ്ലൈൻ്റ് ആയിരുന്നു. പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പ്ലഗ് ഒന്ന് അഴിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലെത്തി. സ്പാർക്ക് പ്ലഗ് അഴിച്ച് അതിൻ്റെ കണ്ടീഷൻ ഒന്ന് പരിശോധിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ വണ്ടിയുടെ ടൂൾ കിറ്റിനകത്ത് ഉണ്ടായിരുന്ന ഈ ഒരു പ്ലഗ് സ്പാനർ തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു. മറ്റ് സ്പാനറുകളൊന്നും ഇതിന് സൂട്ടാകില്ല എന്ന് നമുക്ക് വിവരം കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വണ്ടിയുടെ പ്ലഗ് സ്പാനർ തന്നെ ഉപയോഗിച്ച് ഈ പ്ലഗ് അഴിക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്ലഗിലേക്ക് ഈ സ്പാനർ അറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ട് യാതൊരു കാരണവശാലും നമുക്ക് ഈ പ്ലഗ് അഴിക്കാൻ സാധിക്കുന്നില്ല. ഈ പ്ലഗിൻ്റെ മുകളിലൂടെ ഈ ട്യൂബുലാർ സ്പാനർ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതല്ലാതെ ഒരു രീതിക്കും നമുക്ക് ഈ പ്ലഗിനെ ഇതിനകത്ത് ഈ സ്പാനറിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇത് ലൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലാത്തൊരവസ്ഥ വന്നു. ഈ സ്പാനർ നമ്മൾ ഈ ഡീപ്പായിട്ടുള്ള ഈ പ്ലഗ് ഇരിക്കുന്ന ഈ ഭാഗത്തൂടെ കടത്തി തിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത് ഒരു റബ്ബറിൻ്റെ മുകളിലൂടെ കറങ്ങുന്ന ഒരവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ നമ്മൾ ഫോണിൻ്റെ വീഡിയോ ഓണാക്കി ഈ ടാങ്കിനടിയിലൂടെ തന്നെ ഇതിനെ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതേ കണക്കൊരു റബ്ബർ ഈ പ്ലഗിൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ട്, ഈ പ്ലഗിൻ്റെ ഈ ഒരു സെറാമിക് വരുന്ന ഭാഗത്ത് ഇതേ കണക്ക് ഇത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഒരു രീതിക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ ഒരു റബ്ബർ ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സ്പാനർ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുന്നതെന്ന് നമുക്ക് തോന്നി. നമ്മൾ ഒരു വൈപ്പർ ബ്ലേഡിൻ്റെ നല്ല സ്ട്രെങ്തുള്ള ഒരു കമ്പി വളച്ച് ഇതിനിടയിലൂടെ കൈയിട്ട് ഈ ഒരു റബ്ബറിനെ നമ്മൾ ഈ പ്ലഗിൽ നിന്നും തോണ്ടി ഇങ്ങനെ വലിച്ച് വളരെ പണിപ്പെട്ട് പുറത്തേക്ക് എത്തിച്ചു. അതിനുശേഷവും നമ്മൾ ശ്രമിച്ചിട്ട് ഈ പ്ലഗിനെ ഇതേ കണക്ക് ഈ സ്പാനറിലേക്ക് കടത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഈ പ്ലഗ് സ്പാനർ ഈ പ്ലഗിൻ്റെ ഈ 6 ബോട്ടത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ഉണ്ടായ പ്രതിസന്ധി. അങ്ങനെ ഒടുവിൽ നമ്മൾ പിറ്റേന്ന് രാവിലെ വീണ്ടും തയ്യാറായി തീരുമാനമെടുത്തു. എന്തായാലും നമ്മൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, എന്നാൽ പിന്നെ ടാങ്കും കാര്യങ്ങളും അഴിച്ച് താഴോട്ട് ഇറക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ടാങ്കും അതിൻ്റെ മുകളിലെ കവറിങ്ങും കാര്യങ്ങളും എല്ലാം അഴിച്ചു മാറ്റി. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്ലഗിൻ്റെ ഹോളിലൂടെ വീണ്ടും നമ്മൾ സ്വൈര്യമായിട്ട് കാണുന്ന രീതിയിലേക്കാക്കി ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോഴും ഇവിടെ ഈ പ്ലഗ് ഹോളിനുള്ളിലും പ്ലഗ് ഇരിക്കുന്ന ഭാഗത്തും യാതൊരുവിധ അസ്വാഭാവികതകളും ഫീൽ ചെയ്യുന്നില്ല. ഈ രീതിയിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഈ പ്ലഗ് സ്പാനർ ഇതിലൂടെ ഇങ്ങനെ കടത്തി ഇട്ട് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ പ്ലഗ് സ്പാനർ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഇറങ്ങി ചെല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്ലഗിൻ്റെ ബോട്ടത്തിലേക്ക് ഈ സ്പാനറിൻ്റെ പിടുത്തം കിട്ടാത്തത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ ശ്രമം തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഈ പ്ലഗ് സ്പാനർ ഉപയോഗിച്ച് എന്തോ തല്ലുകയോ എന്തോ ഈ പ്ലഗ് സ്പാനർ വെച്ച് എവിടെയോ അടിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഈ പ്ലഗ് സ്പാനറിൻ്റെ ഈ ഒരു 6 ബോട്ടം വരുന്ന ഭാഗത്തൊരു ചരവുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ആദ്യം മാറ്റിയായിരുന്നു. അതിനുശേഷം വീണ്ടും ഇട്ട് നോക്കിയിട്ടും പ്ലഗ് സ്പാനർ കയറാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് നടക്കാതെ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്കും കാര്യങ്ങളും ഒക്കെ അഴിച്ച് താഴോട്ട് ഇറക്കിയത്. ഇതിലേക്ക് പ്ലഗ് സ്പാനർ 2-3 തവണ ഇറക്കി നോക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പ്ലഗ് സ്പാനർ ക്ലിയറായിട്ട് താഴോട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് ഇറങ്ങാതെ വന്നത് എന്ന് നോക്കിയപ്പോഴേക്കാണ് ഇതേ കണക്കൊരു റബ്ബർ ഈ പ്ലഗ് സ്പാനറിനുള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലഗ് സ്പാനർ ഇടുന്ന സമയത്ത് ഈ നമ്മുടെ ഈ പ്ലഗിൻ്റെ ടിപ്പ് ഭാഗം ക്ലിയറായിട്ട് ഇതിൽ ജോയിൻ്റായി ജസ്റ്റ് ഒന്ന് സ്റ്റഡിയായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്ലഗ് സ്പാനറിനുള്ളിലുള്ള ഒരു റബ്ബറാണ് ഈ ഒരു
റബ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനം കാരണമാണ് നമുക്ക് ഈ ടാങ്കും കാര്യങ്ങളും ഈ സംവിധാനങ്ങളും മുഴുവൻ അഴിക്കേണ്ടി വന്നത്. ഈ ഒരു റബ്ബർ പ്ലഗ് സ്പാനറിനുള്ളിൽ നിന്ന് നന്നായി കയറിയിരിക്കേണ്ട റബ്ബർ കുറച്ച് ഇറങ്ങി ടൈറ്റായി ഇതിൻ്റെ രണ്ട് ഭാഗത്തും തുരുമ്പുകറ പിടിച്ചിരുന്നത് കൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം ഈ പ്ലഗ് സ്പാനറിനുള്ളിലുള്ള എന്തോ മെറ്റൽ സംവിധാനം ആണ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇത് ഒരു റബ്ബറായിരുന്നു. കാരണം തുരുമ്പുകറ പറ്റിയിരുന്നത് കൊണ്ട് ഇത് മെറ്റലാണോ റബ്ബറാണോ എന്ന് നമുക്കിത് ചെക്ക് ചെയ്തപ്പോൾ ആദ്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിനുശേഷം നമ്മളൊരു ചെറിയ കമ്പി കഷ്ണം ഇട്ട് കുത്തി നോക്കിയപ്പോൾ ഈ റബ്ബർ ഇങ്ങോട്ട് ഈ പ്ലഗ് സ്പാനറിനുള്ളിൽ നിന്ന് ചാടിപ്പോന്നതിന് ശേഷം ഈ പ്ലഗ് സ്പാനർ നമ്മൾ ഈ പ്ലഗിലേക്ക് കടത്തി യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഈ പ്ലഗ് അഴിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഉള്ളിൽ അങ്ങോട്ട് കയറിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ റബ്ബർ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും അത് ക്ലിയറായിട്ട് നമ്മുടെ പ്ലഗിൻ്റെ ബോട്ടം സൈഡിലേക്ക് പിടിക്കുന്ന രീതിക്കല്ല കയറിയിരുന്നത്. അത് കുറച്ച് ഇറങ്ങിയിരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്ലഗ് സ്പാനർ ക്ലിയറായിട്ട് നമ്മുടെ ഈ പ്ലഗിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റാതെ വന്നത്. അപ്പോൾ ഇത് ക്ലിയറായിട്ട് ഏതാണ്ട് ഈ പ്ലഗിൻ്റെ നീളം ആ സെറാമിക്കും കഴിഞ്ഞുള്ള ഭാഗത്തോളം കയറി ഇങ്ങോട്ട് ഇരിക്കേണ്ടതാണ്. പക്ഷേ എപ്പോഴോ അത് ലൂസായി താഴെ വന്നു, തുരുമ്പുകറ പിടിച്ചു, അവിടെ ടൈറ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പ്ലഗ് സ്പാനർ നല്ല ക്ലിയറായിട്ട് അങ്ങോട്ട് ഇറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ റബ്ബർ ഇല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഏതെങ്കിലും അവസരത്തിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന അവസരത്തിൽ വല്ലോ റൂറൽ ഏരിയയിലോ വഴി സൈഡിലോ ഒക്കെ നമുക്കൊന്ന് പ്ലഗ് അഴിക്കേണ്ടതായിട്ടൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതേ കണക്ക് റബ്ബറോ കാര്യങ്ങളോ ഒക്കെ പോസ്റ്റ് വന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് അത് വരുന്ന ആളിനെ ശ്രദ്ധയിൽപ്പെട്ട എന്ന് വരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും ഇത് അഴിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റബ്ബർ ഇതിനകത്ത് ഇരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ പ്ലഗ് അഴിക്കാൻ സാധിക്കാതെ വന്നത്. എന്തായാലും നമ്മളിതിൻ്റെ പ്ലഗ് അഴിച്ചു, ജസ്റ്റ് ക്ലീൻ ചെയ്തു, കുറച്ച് റെസ്റ്റ് ഓഫ് അടിച്ചു, പ്ലഗ് തിരിച്ച് റീഫിറ്റ് ചെയ്തു, അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്ലഗ് ഒരെണ്ണം പുതിയത് മേടിച്ച് മാറേണ്ടതുണ്ട്. നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, എന്തായാലും ഉരച്ചും തൂത്തുമൊന്നും ഇടുന്നില്ല. ഒരു പുതിയ പ്ലഗ് മാറിയതിന് ശേഷം നമ്മുടെ ടാങ്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് തിരിച്ച് റീഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് റീച്ച് ആവുന്നതായിരിക്കും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.